ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ ബി.ജെ.പി. നേതാവ് ജോർജ് കുര്യന്റെ പരാമർശത്തിന് മറുപടിയുമായി UDF എംപിമാർ എങ്ങനെയാണ് കന്യാസ്ത്രീകൾ ജയിലിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടായതെന്ന് ബെന്നി ബെഹനാൻ എംപി ചോദിച്ചു. ന്യൂനപക്ഷങ്ങളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന സമീപനമാണ് നടക്കുന്നതെന്ന് ആന്റണി എംപി പറഞ്ഞു. ജോർജ് കുര്യൻ ഒരു നിസ്സഹായ അവസ്ഥയിലാണെന്ന് ഹൈബി ഈഡനും ജനകീയ കോടതിയെല്ലാം കാണുന്നുണ്ടെന്ന് ഷാഫി പറമ്പിലും പറഞ്ഞു. ബി.ജെ.പിയുടെ ക്രൈസ്തവ പ്രീണനം വോട്ടുകൾക്ക് വേണ്ടി മാത്രമുള്ള നാടകമാണെന്ന് ഡീൻ കുര്യാക്കോസ് എംപിയും പറഞ്ഞു. ഗവൺമെൻറ് പുലർത്തുന്ന മൗനം, ആ മൗനം ബദരംഗെന്ന് പറയുന്ന അക്രമകാരികൾക്കുള്ള പരോക്ഷ പിന്തുണയാണ്. രാജ്യമെമ്പാടും വൈദികരും കന്യാസ്ത്രീകളും ആക്രമിക്കപ്പെടുന്നു, ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ക്രൈസ്തവ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നു. മൈനോറിറ്റീസിനെ ഇന്ന് തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന സാഹചര്യം ഈ രാജ്യത്ത് നിലനിൽക്കുകയാണ്. അതിനൊത്താശ ചെയ്യുന്ന ഒരു സമീപനമാണ് ഗവൺമെൻറ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു പ്രകോപനവുമില്ലാതെ ഛത്തീസ്ഗഡിൽ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഈ കുട്ടികളുമായി കന്യാസ്ത്രീ നിന്നപ്പോൾ ബജരംഗദളിൻ്റെ കുറേ ആളുകൾ വന്ന് അവർ മനുഷ്യക്കടത്ത് നടത്തുന്നുവെന്ന് മുദ്രാവാക്യം വിളിച്ചു. ഈ മുദ്രാവാക്യം കേട്ട ഉടനെ മറ്റൊരു നടപടികളും പൂർത്തീകരിക്കാതെ അവിടുത്തെ പോലീസ്, റെയിൽവേ പോലീസ് ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിലടക്കുകയാണ് ചെയ്തത്. സാങ്കേതികമായി ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഈ കന്യാസ്ത്രീകൾക്കെതിരെ ഡബിൾ എഞ്ചിൻ സർക്കാർ, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരിൻ്റെയും ഈ ഡബിൾ എഞ്ചിൻ സർക്കാർ മുന്നോട്ട് പോകുന്നത്. മാന്യതയുണ്ട് എങ്കിൽ അവരെ ഒരു ദിവസം പോലും ജയിലിൽ കിടത്താതെ ജാമ്യം കൊടുക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കുക വേണ്ടത്. ബി.ജെ.പിയുടെ ക്രൈസ്തവ പ്രേമം എന്ന് പറയുന്നത് കേവലം വോട്ടുകൾക്ക് വേണ്ടി മാത്രമുള്ള പുറംപോച്ചു നാടകമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അരമനകളിലും അതുപോലെ തന്നെ ക്രൈസ്തവ ഭവനങ്ങളിലും കൊടുക്കാനുള്ള കേക്ക് മിക്സിംഗ് കേരളത്തിലെ ബി.ജെ.പി. ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് നിർത്തിവെച്ചിട്ട് തല ഉയർത്തി കാര്യങ്ങളൊന്ന് കാണാനും ഒന്ന് വാതുറക്കാനും തയ്യാറാവണം. ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. 2 തിരുവസ്ത്രത്തിലുള്ള കന്യാസ്ത്രീകളെ അന്യായമായി തടങ്കലിൽ വെച്ച്, തടവറയിൽ വെച്ച് അവരെ ജയിലിലിടാനുള്ള നടപടികൾ മുന്നോട്ട് വെച്ചിട്ടും കേരളത്തിലെ ബി.ജെ.പി. പ്രസിഡന്റ് പറയുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ ആ ഇരട്ടത്താപ്പ് വളരെ വ്യക്തമാവുകയാണ്.